ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ പൊരി ഉണ്ടാക്കുന്ന പെരുന്നായാന്ന് ആരും വിചാരിക്കേണ്ട. പെരുന്നാളിനേക്കാൾ വലുതായിട്ടുള്ളൊരു സംഭവം എന്തില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ഇപ്പോൾ എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ആക്കുന്നോ സെരിച്ചാൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ ഞാൻ ഒമാനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കൊണ്ടുവരാനുള്ള ഇടയ്ക്ക് വരുമ്പോൾ കൊണ്ടുവരാനുള്ള സാധനമെല്ലാം ഉണ്ടാക്കുന്നത് പൊരിയുണ്ടയും പാട്ടത്തിലെല്ലാം ഉണ്ടാക്കിയത്. പെട്ടെന്നായിപ്പോയി ഇങ്ങോട്ട് വരാൻ. അപ്പല്ല പെട്ടെന്നല്ല, പ്ലാൻ ഉണ്ടായി, പക്ഷേ വരുന്ന സമയത്ത് ടിക്കറ്റ് എടുത്തല്ല പെട്ടെന്നായിപ്പോയി. അങ്ങനെ ഇത് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. ജനുവരി മാസം പാപ്പുവിൻ്റെ എൻഗേജ്മെൻറ്റിന് പോലും നിൽക്കാതെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. ഇൻഷാ അല്ലാഹ് ഇനി ഉള്ളത് ചെങ്ക് മംഗലടിച്ച് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ കൊണ്ടുവരാനുള്ള പൊരിയുണ്ട ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മുമ്പേ ഒരു ആശുണ്ടായി പെരുന്നാമക്കൾ ശരിച്ചാക്ക് പൊരിയുണ്ടും ബട്ടത്തെല്ലാം കൊടുത്തേക്കണമെന്ന്. പക്ഷെ കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ആരും വരുന്ന അങ്ങനെ ഉണ്ടാകുന്നില്ല. ഒമാനിലും അല്ലേ ഇത് കസബിലുള്ള ശരിച്ച. അപ്പോൾ ഇത് ലാസ്റ്റ് എനിക്ക് തന്നെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാനെല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നത്. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റൊക്കെ ഞാൻ ഇടുന്നത് പൊരിയുണ്ടിൻ്റെ ഒന്നും കഥ പറഞ്ഞിട്ട് ഫലമില്ല. പൊരിയുണ്ടിയും ബാട്ടുവത്തിലെല്ലാം ഞാൻ കൊണ്ടുവന്നില്ല. പക്ഷേ ഇന്ന് കഴിച്ചിട്ട് തോന്നുന്നു അങ്ങനെയുണ്ട്. മറ്റേ വാട്ടത്തിൽ പൊടിയായിന്. മറ്റേ നമ്മളെന്ത് ചെയ്യണേ മാമാറല്ലോ എൻ്റെ മാമല്ലോ വാട്ടത്തിൽ ഇങ്ങനെ പൊടിച്ച് തോന്നുന്നു. ഞാൻ ഉണ്ടല്ലോ അങ്ങനെയുണ്ട്. പൊരിയുണ്ട് പിന്നെങ്കും മോശമില്ല, കുറച്ച് സേഫായിരുന്നില്ല. വാട്ടത്തിൽ ചില്ലിയിട്ട് വെള്ളമില്ല. ഓരെന്തോ പെട്ടി പൊടിച്ചിട്ട് അതിനെ പൊടിയാക്കിയിട്ടാണ് കണ്ട് അങ്ങനെ ചടപടായതിന് ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടാണ്. അതുമല്ല എനിക്ക് കുറേ സാധനം കൊണ്ടുവരാനും കഴിഞ്ഞിട്ടാണ്. 30 കിലോയിലിട്ട് 29,300 ഉണ്ടായി. അതിൽ കുറേ സാധനം എൻ്റെ ബാക്കിയായി നാട്ടിൽ. ഇത് മെയിൻ ബാക്കിയായ തേങ്ങ ഞാൻ തേങ്ങ വെച്ചിട്ടുണ്ടായി, ചേർച്ചിട്ടെല്ലാം വെച്ചിട്ടുണ്ടായി. അതിന് അത് ബാക്കിയായിരുന്നു. പിന്നെ എൻ്റെ ഡ്രസ്സ് അങ്ങനെ കുറച്ച് സാധനമെല്ലാം ബാക്കിയായിട്ട് ഞാൻ പറഞ്ഞത്. നമ്മൾ വിചാരിച്ച പോലെ ആണല്ലോ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായ ഇല്ലപ്പാ എനിക്ക് വെയിറ്റ് ഒന്നും കൂടുതലായിട്ട് ഒരു സാധനം ഇങ്ങനെ മേക്ക് കൊണ്ടുവന്ന് ലാസ്റ്റ് നോക്കുമ്പോൾ കഴിഞ്ഞിട്ടാണ്. പിന്നെ ശരിച്ചാൽ എൻ്റെ ഫ്രണ്ട് കുറച്ച് സാധനം ഇതാക്കിയിട്ടുണ്ടായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എനിക്കത് നല്ല ബേജാറായി, തീരെ കൊണ്ടുവരാഞ്ഞിട്ട്. അത് അപ്പോൾ എൻ്റെ കുറച്ച് അത്യാവശ്യത്തിൻ്റെ സാധനം മാത്രം കൊണ്ടുവരാഞ്ഞില്ല, ബാക്കിയൊന്നും നമ്മൾ കൊണ്ടുവരാഞ്ഞിട്ട്. ഇത് വെള്ളത്തിൽ കാണുമ്പോൾ തന്നെ എനിക്ക് ബേജാറായിപ്പോയി. ഞാൻ അത്ര കഷ്ടപ്പെട്ട് ചുട്ടേ എല്ലാം പെട്ടെന്നായതുകൊണ്ടില്ലേ ഇത് തിരക്ക് പിടിച്ചിട്ടുണ്ടാക്കിയിട്ട് കൊണ്ടുവന്നാഞ്ഞ. പക്ഷെ ഞാൻ എനിക്ക് അങ്ങനെ വിചാരിച്ചിട്ട് വെറും പൊടി എനിക്ക് വീടത്തിൽ കാണും ലാസ്റ്റ് നമുക്ക് മറ്റേ വാട്ടത്തിൽ എങ്ങനെയുണ്ടെന്ന്. അത്രയ്ക്ക് പൊടിയായിട്ടുണ്ടായി. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിന്, നമ്മുടെ അടുത്തറിയുന്ന എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്ന ആൾക്കാർ, സ്റ്റോറിയിൽ കാണുന്ന ആൾക്കാർ ചോദിച്ചിന് ഇത് സർപ്രൈസാണ് പറഞ്ഞിട്ടേ ഇല്ലല്ലോ ഒരു വീഡിയോത്തിൽ പോലും. ഇത് സർപ്രൈസായിട്ട് പോകുന്നതാണ്. സർപ്രൈസൊന്നുമല്ല ഇത്, പക്ഷെ പെട്ടെന്നായി പോയി. പപ്പുൻ്റെ എൻഗേജ്മെൻറ്റ് പോലും നിൽക്കാത്തൊരു ബേജാറെല്ലാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞില്ല. രാത്രി തന്നെ മൊലാഞ്ചിക്കാൽ ജസ്റ്റ് ഒന്ന് മൊലാഞ്ചി. അപ്പോൾ കയ്യിൽ രോമം കാണുമ്പോൾ അതിന് കളിയാക്കുന്ന ആളെ ഞാൻ നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ബുധനാഴ്ചത്തെ വീഡിയോ. ഞാൻ ഇന്ന് ഫസ്റ്റ് കാണിച്ചത് ചൊവ്വാഴ്ചത്തെ, ഇത് ബുധനാഴ്ചത്തെ വീഡിയോ. ഇന്നാണ് ഞാൻ പോകുന്നത്. അപ്പോൾ കാലത്ത് ഞാൻ കുറച്ച് എൻ്റെ പണിയെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടായിട്ട് ഫുള്ളൊന്ന് വലിച്ചിട്ട് ബാഗിലും എല്ലാം നിറച്ച് വെക്കാനുള്ളത്. എപ്പോൾ പണി തീരും അങ്ങനത്തെ ഒന്ന് അറിയാതെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടായി. ഞാൻ ഇത് ട്രൈപോഡെല്ലാം കെട്ടി വെച്ചിട്ടുണ്ടായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കയ്യിലെന്നെ പിടിച്ച് ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ എടുക്കാൻ നേരിട്ട്. പക്ഷേ ട്രൈപോഡ് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ കൊണ്ടുവന്നിട്ടാണ് വെയിറ്റ് കൂടിയതുകൊണ്ട് അടുപ്പിച്ചിട്ട് തന്നെ ട്രൈപോഡും പിന്നെ ചെറിയൊരു സ്റ്റിക്കും ഉണ്ടായി. അപ്പോൾ അത് രണ്ടാകുമ്പോൾ തന്നെ കുറച്ച് വെയിറ്റാണ്. കുറേ സാധനം വിട്ടിട്ട് വന്നത് ഞാൻ അവിടെ തന്നെ നോക്കണേ. ട്രൈപോഡ് എങ്ങനെ നിങ്ങൾക്ക് കിട്ടണമെന്ന് ആശയുണ്ട്. നിങ്ങൾക്ക് വീഡിയോ എടുക്കണമല്ലോ. നിങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇതാ സാധനം എല്ലാം അവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഉമ്മാവും പാപ്പവും ജസ്സിയെല്ലാം വന്നിട്ടുണ്ടായി. അങ്ങനെ പാപ്പും ജസ്സിയെല്ലാം ഫുള്ള് പാക്കാക്കുന്നുണ്ടായി. ഇത് അച്ചാർ പാക്കാക്കുന്നില്ല, ആ മഞ്ഞ കവറിലുള്ള അച്ചാർ തന്നെ. ഇത് എനിക്ക് വലിയ താല്പര്യമില്ല, എന്നാൽ ശരിച്ചാക്കിടെ എല്ലാവർക്കും താല്പര്യമുണ്ട്. അതിനുണ്ട് കൊണ്ടുവന്ന മിക്സഡ് അച്ചാർ അത് ഇതാക്കുന്നുണ്ടായി. പാപ്പു ഇത് തകൃതമായി പാക്കിങ് നടത്തുന്നുണ്ട്. പാപ്പ ബസ്സിനോട് ചോദിച്ചിട്ടെല്ലാം ഉണ്ടായി എൻഗേജ്മെൻറ്റ് നിൽക്കാത്തതിന്. നമുക്ക് ബേജാറുണ്ടായി. ഒരനിയത്തിയുണ്ടത് നല്ല ചൊല്ലിയിട്ട്. പക്ഷെ എന്താക്കുന്നത് വേറെൻ്റെ വന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് മംഗലടിച്ച് വിളിക്കാം. അപ്പോൾ അങ്ങനെ പാപ്പു മാറെല്ലാം ഫുൾ പാക്കാക്കുന്നുണ്ടായി. ഇത്
പാപ്പ കുറച്ചും ജസ്റ്റും പാപ്പും കുറച്ചും നല്ല പോലെ പാക്കാക്കിയത് കൊണ്ട് എന്ത് ലീക്കൊന്നായിട്ടാ, എണ്ണയും അച്ചാറൊന്നും ലീക്കൊന്നായിട്ടാ. പക്ഷെ പൊടി അതിനത് പൊരിയുണ്ട് കുറച്ച്, പിന്നെ പപ്പടം പൊടി പക്ഷേ പപ്പടമല്ല, മറ്റേ ഇത് എന്ത് വട്ടത്തിൽ പൊടി അങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പപ്പടം മുൾപ്പൊടിക്കെല്ലാം റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് കറി, ബീഫ് കറി ഇല്ലാത്തൊരു ജീവിതം ഇല്ലല്ലോ. ബീഫ് കറി എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായി. ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്ത മാത്രം. പിന്നെ പാപ്പു കൂടെ പത്തിലിടുന്നുണ്ട്. പാപ്പു വന്നില്ലേ പണി തന്നെയാണ്. ഫുള്ള് ഒന്ന് കെട്ടിയിട്ട് വെച്ച് പിന്നെ പത്തിലോട്ട് ജെസ്സിക്ക് ചെമ്മുണ്ടായി. ചെമ്മുണ്ട്. പിന്നെ അസു വന്നിട്ടുണ്ടായി. ദച്ചാവി ദച്ചാവിക്ക് പനി. അങ്ങനെ അസു വന്നിട്ടുണ്ടായി പാപ്പുൻ്റെ ഒക്കെ. അപ്പോൾ അസുവിനും ചെമ്മുനും അവൾ നോക്കിക്കൊണ്ടായി. അങ്ങനെ ബാക്കി എല്ലാവരും ഉണ്ട്, ഉമ്മമാരും എല്ലാവരും ഉണ്ട്, ചുറ്റുവട്ടത്തിൽ എല്ലാവരും ഉണ്ട് ക്യാമറയ്ക്ക് ബാക്കിൽ. ഞാൻ കുറച്ചൊന്ന് ഇതെല്ലാം കൂടിയിട്ട് പിന്നെ കുളിച്ചിട്ട് ഡ്രസ്സെല്ലാം ആക്കി പിന്നെയാണ് ഞാൻ ഇതാക്കുന്നത്. ഉമ്മാൻ്റെ ഈ സമയത്ത് ബേക്കുന്നുണ്ടായി. അപ്പോൾ ഞാനും പാപ്പ പയ്യെ ബേക്കുക, അപ്പം ചുട്ടിട്ടായിട്ട് പിന്നെ കുറച്ച് പാപ്പ ഇങ്ങനെ ഉണ്ടല്ലേ ആക്കിയിട്ട് കൊടുത്തിട്ടായിട്ട് പിന്നെ ഞങ്ങൾ ബേക്കാലിട്ടായിരുന്നു. അപ്പോൾ ഇതാ ഉമ്മാൻ്റെ ബേക്കുന്നുണ്ട്. വലിയ സ്പെഷ്യലായിട്ടൊന്നുമില്ല, കോഴിക്കറിയും പച്ചക്കറിയും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നത്. പിന്നെ ഉപ്പാണ്ട് ഇത് പെട്ടിയിലെല്ലാം റാപ്പ് ചെയ്തിട്ടാണ്, അതാണ് അപ്പം എൻ്റെ പയ്യെ ചെയ്തത്. ബാക്കി എല്ലാവരും സെറ്റാക്കിയിട്ട് തിർക്ക് വെച്ചിട്ടുണ്ട്. വേറെ വെച്ചാൽ മറന്നു കൊണ്ടാലിട്ട് എതിറാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് സെറിച്ചാൻ്റെ ഫ്രണ്ടിൻ്റെ പെട്ടി. ഞങ്ങൾക്ക് ആ പെട്ടിയാണ് ഇപ്പോഴും ബേജാറാണ്. സാധനം അങ്ങനെ ഉണ്ട് കൊണ്ടുവരാൻ കഴിയാതെ. ഇൻഷാ അല്ലാഹ് അരങ്ങ് പെരുന്നാൾ കസബിലേക്ക് അരങ്ങ് വരുന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് അസ്രസ്കാരെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിട്ട് എന്നെ കൊണ്ടാക്കാൻ അളപ്പാവും വെളിഞ്ചത്തെ ഉപ്പാവും. അളപ്പ വെളിഞ്ചത്ത് തന്നെ സെരിച്ചാൻ്റെ അളപ്പാവും വെളിഞ്ചത്തെ ഉപ്പാവും അച്ചാവും വന്നത്. എൻ്റെ ഉപ്പ വരുന്നിട്ടുണ്ടായി. പിന്നെ ഉപ്പാക്ക് വേറെ ചെറിയൊരു പ്രശ്നമായതുകൊണ്ട് പിന്നെ ഉപ്പ വരുന്നില്ല അല്ലേ. അങ്ങനെ പക്ഷേ ഉപ്പ നെല്ലിക്കാട്ടുള്ള കാറിലുണ്ടായി. ഉമ്മാൻ്റെ ബസ്സിൽ പോയി. ഉമ്മ ജെസ്സി ഫാത്തിമാലോ ബസ്സിൽ പോയത്. എന്തില്ലെങ്കിൽ 5 ബസ്സിൽ പോയി. ഞാനൊരു 4 നമുക്ക് ഇങ്ങനെ. പിന്നെ നമ്മൾ പാപ്പു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ ആൾക്കാർ അല്ല 2-3 ആൾക്കാർ ഇൻസ്റ്റാൾ കമൻറ്റിട്ടുണ്ടായി. ആ പാപ്പു എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അവളെ ശരിക്കും പേര് ഫാത്തിമ ഷരീഫാന്ന് വിളിച്ചിട്ട് പാപ്പു നായിപ്പോയി. അങ്ങനെ ഒരിത്. അങ്ങനെ നെല്ലിക്കട്ട എല്ലാ പാസ്സായി. ഇത് ഇടയ്ക്ക് എത്തിയ സ്ഥലമൊന്നും നമുക്കറിയാല. രാത്രിത്തെ നല്ലൊരു ലൈറ്റിങ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ വരുമ്പോൾ നല്ല പാങ്ങടൽ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത 8 മണിക്കൂർ ഇരുന്നതിന് വണ്ടിയിൽ ഇരുന്ന് നല്ല ബ്ലോക്ക് ഉണ്ടായി നമുക്ക്. അന്ന് നമ്മൾ വിചാരിച്ചാണ്ട് കൂടുതൽ ബിയത്തിന് 4:30 പറയുന്ന കഴിഞ്ഞാൽ കോഴിക്കോട് നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായേ. ഞങ്ങൾക്ക് 2 മണിക്ക് ഉള്ളിലേക്ക് കയറേണ്ട. പക്ഷെ 12 കാലാകുമ്പോൾ എത്തിന്. എയർപോർട്ട് റോഡിൽ ഒരു തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കാത്ത ഞാൻ ചായ കുടിച്ചെന്ന് തലവലിക്കുന്നതുകൊണ്ട് ലോങ് ആയിട്ട് വന്നല്ല. എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു കുളിയെല്ലാം കുടിച്ചിട്ട് കട്ടനെല്ലാം അടിച്ച് ഞാണ്ടിരുന്നു. ഞാളപ്പാവും ഞാനിങ്ങനെ പുറത്തിരുന്നിട്ടുണ്ടായി. അച്ചാവും ഉപ്പാൻ കുറച്ച് ഉറങ്ങി. ഞാളപ്പാവും ഇച്ചാവും മാറി ഡ്രൈവ് ആയിക്കോണ്ടേ. അപ്പോൾ അവർക്ക് അത്ര ബനിയായിട്ടാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഞങ്ങൾ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അത് കാണുമ്പോൾ ബേജാറുണ്ട്, സന്തോഷമുണ്ട്, പേടിയുണ്ട്, എല്ലാം ഉണ്ട്. മെയിൻ ഞങ്ങൾക്ക് സന്തോഷം എന്തായാലും വരുമ്പോൾ ഉണ്ടാവുമല്ലോ. പിന്നെ പേടിയുണ്ടായി നല്ല. ഒറ്റയ്ക്ക് തന്നെ എന്താവുന്നൊരു ഭയമുണ്ടായി. പക്ഷേ പേടിച്ച പോലെയൊന്നും അങ്ങനെ ഇതായിട്ടാ. നമ്മൾ പറയുന്നില്ലേ എവിടെയെങ്കിലും നമുക്ക് സഹായിക്കാൻ ആൾക്കാർ അല്ലായിട്ട് ഇതാക്കി തരുമെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് 2-3 ആൾക്കാരെ കിട്ടിയിട്ടുണ്ടായി. മസ്കത്ത് നിന്നും കിട്ടീന്. മസ്കത്ത് നിന്ന് കിട്ടാനെന്തുണ്ടായിട്ടാ ലാസ്റ്റ് ടൈമിൽ ഞങ്ങൾക്ക് എന്തോ അറിയുന്നുണ്ടായിട്ടാ. അടുത്തോളം തന്നെ ഒരാൾ എത്തിച്ചിട്ടുണ്ടായി. അതിൻ്റെ അപ്പുറം എനിക്ക് ടെൻഷനായിട്ടുണ്ടായി. അപ്പോൾ 2 മാലാഖമാരെ പോലെ 2 ആൾക്കാർ വന്നിട്ട് തന്നെ സഹായിച്ച്. അങ്ങനെ ബോർഡിംഗ് ബസ്സിലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് ഉള്ളിൽ ഇരുന്നിട്ടുണ്ടായി. പാലക്കാടിലത്തെ ഒരാളാണ് റാഫിക്ക എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായി. ഉപ്പാണ്ടോരോട് സംസാരിച്ചിട്ട് അന്നോറയിൽ ഇതാക്കിയിട്ടുണ്ടായി. ഞാൻ ഫസ്റ്റായിട്ട് ഇങ്ങനെ പോകുന്ന പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ ദുബൈക്ക് പോകുന്ന മസ്കത്ത് വഴി ദുബൈക്ക് പോകുന്ന. അപ്പോൾ ഓരോ തന്നെ എല്ലാമായിട്ട് സേഫായിട്ട് മസ്കത്ത് എയർപോർട്ടിൽ നിന്ന് റിയാദിൽ നിന്ന് തന്നെ വരുന്ന വഴിയിൽ കസബിലേക്കുള്ള ബോർഡിംഗ് പാസിൻ്റെ ആടെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഓളാടെ തന്നെ ഓൾ കൂടെ നിന്നിട്ട് ഞാൻ ഉള്ളിലേക്ക് പോയ പിന്നെ പോയി. സമയം എനിക്കവിടെ മസ്കത്തിൽ 8 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായി. ഓർക്ക് ആകെ 1.5 മണിക്കൂറുണ്ടായി. ആ 1.5 മണിക്കൂർ ഓരോ ഫ്ലൈറ്റ് കയറുന്നാട്ടി പിന്നെ എന്നെ നല്ലൊരു സ്ഥലത്ത് ആ വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് പോകുന്നില്ല ആൾ. എന്നെ നല്ല ഇതാക്കിയിട്ടായിട്ട് ഓർ പോയത്. നല്ലൊരു മനുഷ്യന്മാർ ഏടായെങ്കും അല്ല നമുക്ക് ഓരോരാൾക്കാർ ഇതാക്കി തരുമല്ലോ. നമുക്ക് സഹായിച്ച ആൾക്കാരെ ഒരിക്കലും മറക്കാൻ പാടില്ല.
അങ്ങനെ ഓർ നല്ല ഹെൽപ്പാക്കി എന്നെ ലഗേജ് വെക്കാം. എനിക്ക് ലഗേജിൻ്റെ ഞാൻ പഠിച്ചുകൊണ്ട് എങ്ങനെ എടുത്ത് വെക്കൂന്ന് എന്നിട്ട്, പക്ഷേ ഒരു പ്രശ്നമില്ല. ആ ഉള്ളിൽ കയറുമ്പോൾ ഇച്ചാറിൻ്റെ ട്രോളിയിൽ വെച്ചിന് അത് കഴിഞ്ഞിട്ട് ഫുള്ള് യോറ് നോക്കി, മസ്കത്ത് വരെ യോറ് നോക്കി. ഇത് എൻ്റെ ഞാൻ ഇട്ടിട്ടുള്ള ബാഗായാൽ പോലും പിടിച്ചിന്. പക്ഷെ ഞാൻ കുറേ ഇതാക്കിയിട്ടാ. പക്ഷേ എടുത്ത് ഫ്ലൈറ്റിൻ്റെ മുകളിൽ വെക്കുന്ന സമയത്തല്ലോ ഓറന്നെ എടുത്തത് വെച്ചതല്ലോ, അതുകൊണ്ട് എനിക്ക് നല്ല ഹെൽപ്പായിനു. പിന്നെ ലാസ്റ്റ് ഫ്ലൈറ്റിലേക്ക് കയറി. നമുക്ക് 4:55 അതായത് വ്യാഴാഴ്ച ഉണ്ടെന്ന്, ഇത് വ്യാഴാഴ്ചത്തെ വീഡിയോ. 4:55 ഉണ്ടായത് ഫ്ലൈറ്റ്. ഞങ്ങൾ മസ്കത്തിലേക്ക് 7:30 8 ഇറങ്ങിന്. അത് കഴിഞ്ഞിട്ട് 8 മണിക്കൂർ വെയിറ്റിംഗ് ആയിട്ട് 3:30 ഞങ്ങൾക്ക് മസ്കത്തിൽ നിന്ന് കസബിലേക്ക് ഫ്ലൈറ്റ് ഉണ്ടായ. അതുവരെ അവിടെ പോസ്റ്റായിട്ട് തന്നെ ഞാൻ. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഫുഡെല്ലാം കിട്ടിയിട്ടുണ്ടായി. എനിക്ക് എന്തോ ഈ വീഡിയോ എടുക്കാൻ. ഇത് എൻ്റെ കൂടെ ഉണ്ടായിട്ട് ഒരാൾ ഓർ പറഞ്ഞു വീഡിയോ എല്ലാം എടുത്തോന്ന്. അവർക്ക് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ ഇൻസ്റ്റാളിടാനോ ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം ചാനലുണ്ടെന്നില്ലേ, അപ്പോൾ വീഡിയോ എല്ലാം എടുത്തോന്നല്ലോ പറഞ്ഞു. പക്ഷേ നമുക്ക് എന്തോ ആയി. അങ്ങനെ രാവിലെ മസ്കത്തിൽ ഇറങ്ങി അങ്ങ് വന്നിട്ട് ഇത് മറ്റേ ഒമാൻ എയറിൽ പോയത്. അപ്പോൾ അവിടുന്ന് നല്ല ഫുഡുണ്ടായി. രാവിലെ ഒരു 5:30 മണി ആ ടൈമിൽ ഫുഡ് വന്നത്. നല്ല ഫുഡുണ്ടായി മാഷാ അല്ലാ. അപ്പോൾ ഇത് ഞാൻ വെയിറ്റ് ആക്കുന്ന സമയത്താണ്. ഇതൊരു 9 മണി ടൈമിൽ എന്നെ ഇങ്ങോട്ടെല്ലാം അയച്ചിട്ട് ഓർ പോയി. ഓർ ദുബൈക്ക് പോയി. ആ ടൈമിൽ ഞാൻ ഇടേതാ എന്താക്കണോ എവിടെ പോകണമെന്ന് അറിയില്ല. എന്നാണ് ഒരു പോലീസുകാർ കൊണ്ടിട്ട് ഇരുത്തിയിരുന്നു. അവിടെ ഇരുന്നോന്ന് പറഞ്ഞു എന്നോട്. ഞാൻ അവിടെ ഇരുന്നിന്. അവിടെ എല്ലാം ഉണ്ടായി, നിസ്കാര റൂമും ബാത്റൂമും എല്ലാ കാര്യം എല്ലാം ഉണ്ടായി. ഞാൻ അവിടെ ഇരുന്ന് ഇതിൻ്റെ അപ്പുറം എങ്ങനെ പോകുന്നതെന്ന് അറിയില്ല. അപ്പം എനിക്ക് ഞാൻ ഒരു പ്രാവശ്യം ബോഡി പാസ് കാണിച്ച് എന്നെ കൊണ്ടിട്ട് ഇരുത്തി. അപ്പം ആ പോലീസുകാരനോട് എനിക്ക് അപ്പോൾ അയാൾ സ്ക്രീനിൽ വരുന്നിട്ട് കാണിച്ച്. പക്ഷെ വരുന്ന കാണുന്നില്ല. പിന്നെ എനിക്ക് ഇങ്ങോട്ട് പോകണതാക്കണമെന്ന് അറിയില്ല. പക്ഷെ നല്ല ചുറ്റും ആൾക്കാരുണ്ട്, ഒരു മലയാളിയില്ല. അങ്ങനെ ഞാനിങ്ങനെ പേടിച്ച് തിരിഞ്ഞ സമയത്ത് എനിക്ക് ഒരു ചേട്ടനെ കണ്ട്. ഒരു ചേച്ചിയും ചേട്ടനും സംസാരിക്കുന്നത് കേട്ടോ മലയാളത്തിൽ. അപ്പോൾ ഞാൻ വേഗം പോയി ഓരോരുത്തേക്ക് ആൻറ്റിനെ മുണ്ടിയിട്ടായിട്ട് നമുക്ക് ഓരോ സംഭവം ദമാമിലേക്ക് പോകുന്നത്. ഓരോ ഫ്ലൈറ്റ് ഡിലേ രാവിലെ 9 മണിക്ക് ഇരുന്ന് പോകേണ്ട ആൾക്കാർ. പിന്നെ സംസാരിച്ച് എൻ്റെ ബോഡി മസിൽ കാണിച്ചിട്ട് നമുക്ക് ഇത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് സ്ക്രീനിൽ വരുമെന്ന്. ഞാൻ സ്ക്രീനിൽ വരും, പക്ഷെ എനിക്ക് അറിയില്ല എങ്ങനെയാന്ന് പറഞ്ഞു. പിന്നെ ഓർക്ക കൂട്ടി എൻ്റെ ലഗേജും കാര്യമെല്ലാം ഓരെന്നെ എടുത്തിട്ട് ഇത് പിന്നെ ഓർക്കെന്നെ ചുറ്റും നടന്ന് ചേട്ടൻ ഫുള്ള് കാണിച്ചു തന്നു. കുറേ ഗേറ്റ് ഉണ്ട്, ABC അങ്ങനെ കുറേ ഗേറ്റ് ഉണ്ട്. ആ ചേട്ടൻ ചേച്ചി മൊത്തത്തിൽ എനിക്ക് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തന്നു. ഏത് ഗേറ്റ് എവിടെ എങ്ങനെ എല്ലാം ഉണ്ടെന്നല്ലോ. ഈ സമയത്തെല്ലാം ഞാൻ അവിടെ ഇരുന്നിട്ടുള്ളത്. ഇത് പിന്നെ ഞാൻ അണിച്ചിട്ട് പോയിനത് ഞാൻ ഇരുന്നിട്ടുള്ള ഗേറ്റിൻ്റെ അടുത്ത്. ഞാൻ വിചാരിച്ച് ഗേറ്റ് 1 തന്നെയാണ്, അതിൽ തന്നെയാണ് അത് പോകേണ്ടതെന്ന്. പക്ഷെ ആ ചേട്ടനോട് മുണ്ടിട്ടാണ് എനിക്ക് അറിഞ്ഞത് ഗേറ്റ് കുറേ ഉണ്ട്. ഞങ്ങൾക്ക് എന്നിട്ട് B11 ചേട്ടനിക്ക് ചേച്ചിക്കും C2 പക്ഷെ അടുത്തടുത്ത് ഗേറ്റ് ഓപ്പൺ ആയത്. പക്ഷേ ചേട്ടനും ചേച്ചി എന്നെ ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് ഓറ് ഇതിൽ പോയി. ഇത് ഓറ് നല്ല ഹെൽപ്പാക്കി. പക്ഷെ ഒരു തമിഴ് മുണ്ടുന്ന ഒരു ചേച്ചി ഉണ്ടായി. ചേച്ചിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എനിക്ക് തമിഴ് അറിയില്ല, ചേച്ചിക്ക് മലയാളം അറിയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായി. പിന്നെ 2 ചേച്ചിമാരുണ്ടായി. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്ന വക്കിലുണ്ടായി. ആ സമയത്ത് ആ ചേച്ചിമാരെന്നെ എനിക്ക് ചാർജ് ചെയ്യേണ്ട ഇടുന്നല്ലോ ഓരോട് ചോദിച്ചിട്ട് പറഞ്ഞു തന്നത്. പിന്നെ കാസർഗോഡത്തെ 2 ചെക്കന്മാരുണ്ടായി. ഞങ്ങൾക്ക് വൈഫൈ കണക്റ്റ് ആക്കി തന്നു ഓരോ നമ്പറിൽ. എനിക്ക് നമ്പറില്ലല്ലോ, OTP ഒന്നും വരില്ല. എന്നിട്ട് ഓരോ നമ്പറിൽ വൈഫൈ കണക്റ്റ് ആക്കി തന്നിട്ടാണ് ഒരു നാട്ടിലേക്ക് തന്നെ മംഗലാപുരത്തേക്ക് വന്നത്, എയർപോർട്ടിലേക്ക്. അങ്ങനെ കുറേ ആൾക്കാർ എന്നെ സഹായിച്ചിന്. ഞാൻ എന്ത് ചെയ്യുന്ന അത്രയ്ക്കും പേടിച്ചിട്ട് കുറേ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് എത്തുന്നത്. എന്താക്കണമെന്ന് അറിയില്ല. മസ്കത്ത് എയർപോർട്ടെന്ന് പറഞ്ഞെങ്കിൽ ഇതൊക്കെ എന്നെ ചാഴ്ച ചേട്ടന് മസ്കത്ത് എയർപോർട്ടിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ ആ ചേച്ചിയും കൂടെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഉറക്കെ നടന്നിട്ട് ചേട്ടൻ മൊത്തത്തിൽ കാണിച്ചു തരുന്നുണ്ടായി. അപ്പോൾ എടുത്ത വീഡിയോ ഞാൻ സംഭവം ഇതൊന്നും നമുക്ക് അറിയില്ല. ഞാൻ 8 മണിക്കൂറിൽ 1.5 മണിക്കൂർ ചേട്ടനും ചേച്ചീൻ്റെ ഒക്കെ ഉണ്ട്. അതാണ് ചേട്ടന്. ബാക്കി ഫുള്ള് ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്നൊന്നും അറിയില്ല. പിന്നെ ഫുള്ളൊന്ന് ഓടി നടന്ന് പിന്നെ ഇവിടെ ഒരു എന്നിട്ടിപ്പം നെറുക്കെടുപ്പാ എന്തോ ഉണ്ടായി. കുറച്ച് എന്നെ കാടെല്ലാം നിന്ന് അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് സമയം പോയിപ്പിച്ച്. ചേട്ടൻ്റെയും ചേച്ചീൻ്റെ കൂടെ പോയ പിന്നെ എനിക്ക് ടൈം പോയി അറിഞ്ഞിട്ടേ ഇല്ല. അവരോട് സംസാരിച്ചുകൊണ്ടും ഓരോ തിരുവനന്തപുരം
എന്നെ സഹായിച്ച അധികം 2-3 ആൾക്കാർ പാലക്കാട്ടാർ, 2 കാസർഗോഡ്, ഒരു തിരുവനന്തപുരം. കാസർഗോഡത്തെ 2 പയ്യന്മാർ ഞങ്ങൾക്ക് വൈഫൈ കണക്റ്റാണേ ഇല്ല, എത്ര നോക്കിയെങ്കിൽ ലാസ്റ്റ് ഓരോ നമ്പറിൽ കണക്റ്റ് ആക്കിയിട്ട് OTP വരണുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പഞ്ഞോണ്ട് നടന്നിട്ട് സ്പീഡ് നടന്നിട്ട് പോകുന്നില്ല ഗേറ്റിൻ്റെ അടുത്തേക്ക്. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ C12 അങ്ങനെ അതുകൊണ്ട് ആ ഒരു ഇതിലുണ്ടായത്. അവിടുന്ന് ചേട്ടൻ ചേച്ചി ബീൻ്റെ അടുത്തേക്ക് ആക്കിയിട്ട് ഒരു C2 പോയി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു. അങ്ങനെ ഞാൻ B12 ഇങ്ങനെ സ്പീഡ് നടന്നുകൊണ്ട് പോകുന്നത്. പക്ഷെ കുറേ നേരം അവിടെ വെയിറ്റ് ആക്കണമെന്ന് ഞാൻ വിചാരിച്ച് ഇപ്പോൾ വിടുവാന്തോ, നമുക്കെന്തോ അറിയുന്നില്ല. അറബിയിൽ ചേർന്ന് നോക്കുമോ, അറബിയും തീരെ അറിയുന്നില്ല. ഇംഗ്ലീഷ് നമുക്ക് വിട്ട് ചെല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഒരുമാതിരി ഒരു ചെല്ലുമ്പോൾ ശരിയാകുന്നില്ല. അങ്ങനെ 15 ടിക്കറ്റ്, സീറ്റ് നമ്പർ 2 ഫ്ലൈറ്റിലും സൈഡ് സീറ്റ് കിട്ടി. പക്ഷേ ഇത് പാതി സൈഡ് പാതി ആയിട്ടുള്ള സീറ്റ്, ഇത് മിറർ എതിർത്തോർക്കും അങ്ങ് കുറച്ചായിട്ട്. ഫസ്റ്റ് ഫ്ലൈറ്റിൽ നേരെ കിട്ടീന്. അപ്പോൾ ആടുന്ന കസബിലേക്ക് ആടുന്ന ഒരു 50 മിനിറ്റാ, അത്ര തന്നെയാണ്, 45-50 മിനിറ്റ് ഉള്ളത്. അപ്പോൾ ആ ഒരു ആണെങ്കിൽ കാണാൻ നല്ല പാങ്ങുണ്ട്. ഇത് ഫോണിൽ കാണാൻ മാത്രം പാങ്ങില്ല, നേരിട്ട് വാങ്ങില്ല. എയർപോർട്ടിൽ ഇറങ്ങി ശരിച്ചാനെ കണ്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. അത്രക്കും പോറാണ് ഈ നാട്. ഇത് ലാൻഡിങ് ആവാനായ ടൈമിൽ ഇത് ദ്വീപ്, ഇത് എന്താ പറയുക കടൽ. അപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ശരിച്ചാനെ കണ്ടിട്ട് സലാം പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ പോകുന്ന നാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ അത്രക്കും പാങ്ങില്ലാത്തൊരു സ്ഥലമാണ്. ഈ വീഡിയോ നോക്കിയാൽ നിങ്ങൾ ഇത് കാണാൻ നല്ല മജയില്ലേ ലാൻഡിങ് ഇങ്ങനെ. ഇത് എന്നോട് ശരിച്ച ഫസ്റ്റേ പറഞ്ഞിന് ഫ്ലൈറ്റിൽ നിന്ന് കാണുന്ന കസബെല്ലാം ഇറങ്ങിയിട്ടാകുമ്പോൾ സത്യം 100% ഇറങ്ങിയിട്ടാകുമ്പോൾ ഒരു പൈസ വാങ്ങില്ല. ഇനിയും വരും വീഡിയോസൊക്കെ കാണുമല്ലോ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണോ കസബ് എന്ന് ചെല്ലിയും കുറേ ആൾക്ക് അറിയുന്നില്ല, കുറേ ആൾക്ക് അറിയുന്നില്ല. അത് ഒമാൻ്റെയും ദുബൈൻ്റെയും ബോർഡറായിട്ട് വരുന്ന സ്ഥലം എന്നാണ് ശരിച്ച എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. പിന്നെ എങ്ങനെ നേരെ അറിയാലോ എനിക്ക്. ഈ കാണുന്ന വ്യൂ അത് ഫ്ലൈറ്റിൽ വരുമ്പോൾ കാണുന്ന മാത്രം, മറിച്ചാൽ ഒരു പൈസ വാങ്ങില്ല. അങ്ങനെ ഇത് ആ റൂമിലേക്ക് എത്തി. ഇത് ശരിച്ചക്ക് ഷോപ്പിലേക്ക് പോകാനുണ്ട്. ഇതാണ് ശരിച്ച വീഡിയോ എടുക്കണ്ടായിരുന്നുണ്ടായി. ഇത് ശരിച്ചക്ക് ഷോപ്പിലേക്ക് പോകേണ്ടതുണ്ടായി. അതിന് മുന്നേ ബീഫ് കറിയും പത്തലുണ്ടല്ലോ, അത് പൊട്ടാറിനായിട്ട് വെച്ച് പൊട്ടിക്കുന്നുള്ളത്, അതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോകാനായിട്ട്. അപ്പോൾ ഇറച്ചിക്കറിയും പത്തലൊന്നും എന്തായിട്ടാ മാഷാല്ലാ നേരെ ഉണ്ടായി. ഒരു ബുദ്ധിമുട്ടൊന്നും ഇങ്ങനെ മണ്ണോയ അങ്ങനത്തെ വ്യത്യാസം വന്നിട്ടാ. തേങ്ങ ഇട്ടോണ്ട് ഞാൻ പേടിച്ചോണ്ടായി മണം വന്നിട്ടുണ്ടാവും. അപ്പോൾ ആണ് അതാ കുറച്ച് ബേക്കറി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായി. കുറേ ഒന്നും കൊണ്ടുവന്നിട്ടാ. പിന്നെ ശരിച്ച പൊട്ടിക്കുന്നതെല്ലാം എൻ്റെ ഡ്രസ്സും കറിയാണ്, ഊതാടെ ബീഫ് കറിയും പത്തലും. പിന്നെ എന്തിപ്പോൾ പിന്നെ മീൻ കൊടുക്കുന്ന എൻ്റെ ടൂത്ത് പേസ്റ്റ് എൻ്റെ നല്ല ശരിച്ചാൻ യൂസ് ആക്കുന്നത് തന്നെ. ഞങ്ങൾ മാഗ്നസ ഇത് പരിചയപ്പെട്ട നാൾ മുതൽ ശരിച്ചാവും ഞാൻ യൂസ് ആക്കുന്നത് തന്നെ. ശരിച്ചാൽ അതല്ലാതെ ശരിയാകുന്നില്ല. ഇപ്പോൾ പല്ലെല്ലാം നല്ല നേരമാണ്, അതിനോണ്ട് അതന്നെ എടുത്തോന്നില്ല എന്നോട് വരുമ്പോഴേക്ക്. മെയിനിട്ട് വെച്ച് തന്നെ ഉണ്ടായി 2 എണ്ണം, അതിനെ ഞാൻ എടുത്തോണ്ട് വന്നു. പിന്നെ കുറച്ച് കുക്കറും സാധനമെല്ലാം ഉണ്ടായി. അപ്പം എൻ്റെ ബാട്ടുവത്തിൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം. നോക്കിയാൽ ബാട്ടുവത്തിൻ്റെ കോലം ഇത് 1-2 നേരെ ഉണ്ട്, ബാക്കിയെല്ലാം പോയിന്. പൊരി ഉണ്ടാക്കും, പാതി പൊട്ടിനെ, പാതിയിൽ ഇങ്ങനെ 2 കെട്ടായി ഉണ്ടായി. അതിൽ 1 നേരെ ഉണ്ട്, ഒരു പ്രശ്നമില്ല. ഒന്നിൻ്റെത് കുറച്ച് പോയിന്, കുറച്ച് നേരെ ഉണ്ട്. ആ മുകളിലുള്ള കുറച്ചെണ്ണം ജിജിബിജിയായിന്, അത്ര തന്നെ. പിന്നെ ശരിച്ച പോയി. ഞാൻ ശരിച്ച പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എല്ലാ സാധനം പുറത്തിട്ടായിട്ട് പോകാനായിട്ട് ഭയ്യന് ശരിയായിക്കൊണ്ടിരിക്കുകയില്ല എന്നോട്. ഇത് എന്താ പറയുന്നത്, ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിട്ട് ഇരുന്നിട്ടുണ്ടാവും അല്ലേ വീഡിയോത്തിന്. ദുബൈ പോലെ വല്ല സൗദി പോലെ ഒന്നും അല്ല. എന്നോട് ശരി മുമ്പേ പറഞ്ഞു ഞാൻ സൗദിക്ക് പോയിട്ടുണ്ടായി, സൗദിയിലുണ്ടാകുമ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങോട്ട് വരണ്ടേ വേണ്ടാന്ന്. ആ പ്രതീക്ഷയിലല്ല പോയിരുന്നത്. എന്നാലും മോശമില്ല. ഞാനിവിടെ എത്തിയിട്ട് അമ്മ ചെല്ലി ഞാൻ നാട്ടിലേക്ക് വന്നു. അപ്പോൾ എല്ലാവരും എന്നോടില്ലേ ഞങ്ങളെല്ലാവരും വന്നിട്ടാകുമ്പോൾ അങ്ങനെ വിചാരിച്ചു ഞാൻ. പക്ഷേ ഇവിടെ നിന്നിട്ടാകുമ്പോൾ പാങ്ങുണ്ട്. പക്ഷേ അതാ ശരിയാവുന്നില്ല. അങ്ങനെ ഇപ്പോൾ നോക്കണം ശരിയാണോ ഇല്ലേന്ന്. ഇന്നലെ ഞാൻ എത്തിയത്. പിന്നെ ഇന്ന് തന്നെ വീഡിയോ ഇടാൻ വിചാരിച്ച്. വേറെ പണിയൊന്നും വൈഫൈ ഇല്ല റൂമല്ല, ഒരു പോരെ പോലത്തെ. ഇവിടെ ഫ്ലാറ്റും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ടുമില്ല പുറത്ത് പോയത്, അങ്ങനത്തെ ഒന്നും ഇല്ല അല്ലേ ശരിച്ച. പിന്നെ എല്ലാം ഒന്ന് ഒത്തരാക്കി സെറ്റാക്കിയിട്ട് ഉറങ്ങണം.
മെയിൻ ഇപ്പോൾ 2 ദിവസം ഞാൻ ഉറങ്ങിയിട്ട് എനിക്ക് എന്താണ് ഉണ്ടായിട്ട. പിന്നെ ഇതെല്ലാം ശരിച്ചല്ല എല്ലാം ഇരുന്നോട്ട് ഞാൻ പറഞ്ഞിട്ട് സെറ്റായിക്കോളാം. അങ്ങനെ കുറച്ച് നേരം ഞാൻ ഉറങ്ങിയിട്ടില്ല. രാത്രി ഒരു 9 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ഷോപ്പിലേക്ക് പോയി. ശരിച്ച 11:30 ഷോപ്പ് എടുക്കുന്നത്. പിന്നെ അവിടെ പോയിട്ട് കുറച്ച് നേരം എൻ്റെ കണ്ണെല്ലാം നോക്കിയാൽ പാതി ഉറക്കായിന്. എന്താണെന്ന് ഒറ്റയ്ക്ക് എനിക്ക് എന്തോ ആയി. പിന്നെ ഇത് ശരിച്ചാൻ്റെയൊക്കെ തന്നെ ഇങ്ങോട്ട് വരാലിട്ട് ഞാൻ ഷോപ്പിലേക്ക് പോയിട്ട് അവിടെ ഇരുന്നു. പക്ഷെ എനിക്ക് എന്തോ അവിടെ ഇരുന്നിട്ട് നമുക്ക്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ അങ്ങോട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ വലിയ ഇതായിട്ട് കാണിക്കാൻ മാത്രം എന്തും ഇല്ല ഇടാം. എന്നാലും ഇൻഷാ അല്ലാ ഞാൻ വീഡിയോ ഇടാം.